ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. വളരെ പ്രധാനപ്പെട്ട രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ ഈ മാസം കാത്തിരിക്കുന്നത്. കരുത്തരായ ഉറുഗ്വേയും അതുപോലെ തന്നെ ബ്രസീലുമാണ് അർജന്റീനയുടെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്കുള്ള ആദ്യ സ്ക്വാഡിനെ അവരുടെ പരിശീലകനായ സ്കലോണി പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ സ്കലോണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് പറഞ്ഞ വാക്ക് സ്കലോണി പാലിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഇപ്പോൾ യുവതാരങ്ങൾക്ക് അവസരം നൽകേണ്ടതുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ സ്കലോണി പറഞ്ഞിരുന്നു. അന്ന് സ്കലോണി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നമുക്ക് അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ വേൾഡ് കപ്പിൽ കളിച്ചിട്ടില്ലാത്ത താരങ്ങൾക്ക് അവസരം നൽകാനുള്ള ഒരു സമയം വന്നെത്തിയിരിക്കുന്നു. ഞങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുകയും അനലൈസ് ചെയ്യുകയും വേണം. ശരിയായ സമയത്താണ് ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്ത ലിസ്റ്റിൽ യുവതാരങ്ങൾക്ക് അവസരം നൽകുക തന്നെ ചെയ്യും. ഇതാണ് സ്കലോണി കുറച്ചു മുൻപ് പറഞ്ഞിരുന്നത്. യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ ഇപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 23 വയസ്സോ അതിന് താഴെയോ ഉള്ള 8 താരങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫൈനൽ സ്ക്വാഡ് വരുമ്പോൾ ചില താരങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും എന്നത് ശരിയാണ്. എന്നിരുന്നാൽ പോലും യുവതാരങ്ങളെ സ്കലോണി പരിഗണിക്കുന്നുണ്ട്. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ക്ലൗഡിയോ എച്ചവേരി, കേവലം 19 വയസ്സ് മാത്രമുള്ള താരം ഇപ്പോൾ അർജന്റീനയുടെ സീനിയർ ടീമിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ നിക്കോ പാസ് വരുന്നു. 20 വയസ്സ് മാത്രമുള്ള താരം തകർപ്പൻ പ്രകടനമാണ് ഇറ്റാലിയൻ ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അലജാൻഡ്രോ ഗർനാച്ചോ 20 വയസ്സ് മാത്രമുള്ള താരമാണ്. അതുപോലെ തന്നെ സാന്റിയാഗോ കാസ്ട്രോ, ബെഞ്ച ഡൊമിംഗസ് എന്നിവർ വരുന്നു. കാസ്ട്രോക്ക് 20 വയസ്സാണ്, ഡൊമിംഗസിന് 21 വയസ്സാണ്. രണ്ട് താരങ്ങളും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റാലിയൻ ക്ലബ്ബായ ബോലോഗ്നയ്ക്ക് വേണ്ടിയാണ്. മികച്ച പ്രകടനം നടത്താൻ ഈ രണ്ട് താരങ്ങൾക്കും സാധിക്കുന്നുണ്ട്. മാക്സിമോ പെറോൺ വരുന്നുണ്ട്, 22 വയസ്സ്. അതുപോലെ തന്നെ ജൂലിയാനോ സെമിയോണി 22 വയസ്സ്. തിയാഗോ അൽമേഡ 23 വയസ്സ്. ഇങ്ങനെയാണ് അർജന്റീന ടീമിലെ യുവതാരങ്ങൾ വരുന്നത്. ഏതായാലും അർജന്റീനയുടെ ഭാവി പ്രതീക്ഷകളാണ് ഈ താരങ്ങൾ എല്ലാവരും. ഇവർക്കെല്ലാവർക്കും തന്നെ അർഹമായ അവസരങ്ങൾ നൽകിക്കൊണ്ട് സ്കലോണി വളർത്തിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.